friends, welcome to my channel NB Smart Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറൊരു യൂണിവേഴ്സിറ്റി പ്രോബ്ലമാണ് ഫ്രീ ബോഡി ഡയഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രോബ്ലം എന്താണെന്ന് നോക്കാം. Two smooth circular cylinders, each of weight 100 Newton and a radius 15 centimeter, are connected at their centers by a string AB of length 40 centimeter and rest upon a horizontal plane as shown. The cylinder above them has a weight 100 Newton and a radius of 15 centimeter. Find the force in the string AB and the pressure produced in the floor at the points of contact D and E. അപ്പോൾ ഇത് കണ്ടാൽ വിചാരിക്കും വലിയൊരു പ്രോബ്ലം ആണെന്ന്. അപ്പോൾ നമുക്ക് ഫിഗർ കണ്ടാൽ, അതായത് തന്നിരിക്കുന്ന ഡയഗ്രാം കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? 3 സിലിണ്ടേഴ്സ് ഉണ്ട്, ഈക്വൽ വെയിറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്, ഈക്വൽ റേഡിയസും സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ എ ബി എന്ന് പറയുന്ന സ്ട്രിങ് വെച്ചിട്ട് ഈ സിലിണ്ടേഴ്സിനെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എ ബി എന്ന് പറയുന്ന സ്ട്രിങ്ങിലെ ഫോഴ്സ് കണ്ടുപിടിക്കണം, പിന്നെ ഈ സർഫസിലുള്ള പ്രഷറും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഫ്രീ ബോഡി ഡയഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണെന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ വരയ്ക്കേണ്ടത്? ഫ്രീ ബോഡി ഡയഗ്രാം, എല്ലാ ഫിഗറിൻ്റെയും ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ ഇവിടെ 3 സിലിണ്ടേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഏത് സിലിണ്ടറിൻ്റെയാണ് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കേണ്ടതെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കിതിൽ ഏത് സിലിണ്ടർ എടുത്താലാണ് അൺനോൺസ് കുറവുള്ളത്, നമ്പർ ഓഫ് അൺനോൺസ് ലെസ് ആയിട്ടുള്ളത് ഏത് സിലിണ്ടറാണോ അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് സമയം ലാഭിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ എ എന്ന് പറയുന്ന സിലിണ്ടർ എടുക്കുകയാണെന്ന് വിചാരിക്കൂ. അപ്പോൾ എന്തൊക്കെ അൺനോൺസ് വരും അവിടെ? നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പം ഈ റിയാക്ഷൻസ് ഇവിടെ ഉണ്ടാവും അല്ലേ? ഈ സർഫസ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ഒരു റിയാക്ഷൻ ഇവിടെ ഉണ്ടാകും. പിന്നെ ഈ സിലിണ്ടേഴ്സ് തമ്മിലൊരു കോണ്ടാക്ട് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്താ ഉണ്ടാവുക? ഈ സിലിണ്ടർ നമ്മൾ റിമൂവ് ചെയ്യുമ്പം ഈ സി എന്ന് പറയുന്ന സിലിണ്ടറിൽ നിന്ന് എയിലേക്ക് ഒരു റിയാക്ഷൻ ഉണ്ടാവും. ടുവേർഡ്സ് ബോഡി എ ആണ്. അപ്പോൾ അവിടെ ഒരു റിയാക്ഷൻ നമുക്ക് കിട്ടി. ഓക്കെ, ഇപ്പോൾ 2 അൺനോൺ ആയി. ഇനി നമുക്ക് എന്താണ്, എ ബി എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഇവിടെ ഉണ്ട്. അവിടെ എന്തുണ്ടാകും? അവിടെ ഒരു ടെൻഷൻ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ എത്ര അൺനോൺ ആയി? 3 അൺനോൺസ് നമുക്ക് കിട്ടി അല്ലേ? അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന സിലിണ്ടർ എടുക്കുമ്പോഴും നമുക്ക് 3 അൺനോൺസ് ആണ് ഉണ്ടാവുക. ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ടാകും, ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ടാകും, ഇവിടെയും ഒരു ടെൻസൈൽ ഫോഴ്സ് ഉണ്ടാകും. ഓക്കെ, ഇനി സി എന്ന് പറയുന്ന സിലിണ്ടർ എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഈ ബോഡി റിമൂവ് ചെയ്യുമ്പോൾ, എ എന്ന് പറയുന്ന സിലിണ്ടർ റിമൂവ് ചെയ്യുമ്പം സിയിലേക്ക് ഒരു റിയാക്ഷൻ ഉണ്ടാകും. ബി എന്ന് പറയുന്ന ബോഡി റിമൂവ് ചെയ്യുമ്പം സിയിലേക്ക് ഒരു റിയാക്ഷൻ ഉണ്ടാകും. പിന്നെ ഇവിടെ ഒരു വേർട്ടിക്കൽ വെയിറ്റ് ഉണ്ടാകും. ഓക്കെ, വേർട്ടിക്കലായിട്ട് വെയിറ്റും ആ ബോഡിയുടെ വെയിറ്റും ആക്ട് ചെയ്യും. അപ്പോൾ അവിടെ എന്താണ്, 2 അൺനോൺസും ഉണ്ട്, ഒന്ന് നമുക്ക് തന്നിരിക്കുന്ന ഫോഴ്സും ഉണ്ട്. അപ്പോൾ ഈ 2 അൺനോണുള്ള ഫോഴ്സ് സിലിണ്ടർ അല്ലേ നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത്? അപ്പോൾ അങ്ങനെയാണ് ഈ മോർ ദാൻ 2 സിലിണ്ടേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ഫ്രീ ബോഡി ഡയഗ്രാം ഏതിൻ്റെയാണ് ഫസ്റ്റ് വരയ്ക്കേണ്ടതെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് സി എന്ന് പറയുന്ന സിലിണ്ടറിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സി എന്ന് പറയുന്ന ഈ സിലിണ്ടറിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം എങ്ങനെ വരയ്ക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? സർഫസ് ഒക്കെ റിമൂവ് ചെയ്തു, കോണ്ടാക്ട് സർഫസ് ഒക്കെ റിമൂവ് ചെയ്തു, ഇത് തനിയെ വരച്ചു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് മാർക്ക് ചെയ്യേണ്ടത്? വെയിറ്റ് ഓഫ് ദി സിലിണ്ടർ. വെയിറ്റ് ഓഫ് ദി സിലിണ്ടർ 100 ന്യൂട്ടൺ എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ കോണ്ടാക്ട് എടുത്തു വിട്ടു അല്ലേ? എയിന്ന് സിയിലേക്കുള്ള കോണ്ടാക്ട് എടുത്തു വിട്ടു. അപ്പോൾ അവിടെ ഒരു റിയാക്ഷൻ ഉണ്ടാവും. പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുക, ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട്. അത് ഞാൻ R1 എന്ന് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ബി എന്ന് പറയുന്ന സിലിണ്ടറിൻ്റെ കോണ്ടാക്റ്റും എടുത്തു കളഞ്ഞാൽ ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ടാകും. അത് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിനെ ഞാൻ R2 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്താണ്, R1 R2 കിട്ടി. ഇനി നമുക്ക് ഈ R1ഉം R2ഉം കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ ഈ 100ൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ വരച്ചു കഴിഞ്ഞാൽ ഇത് വൈ ആക്സിസ് ആയിരിക്കുമല്ലോ. 100 എന്ന് പറയുന്നത് വൈ ആക്സിസ് കൂടിയാണ് പോവുക. അപ്പോൾ നമുക്കറിയാം ഈ R1ഉം R2ഉം വൈ ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും എന്താണ്, ഈ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ വേണം. അപ്പോൾ ഇൻക്ലിനേഷൻ നമുക്ക് തന്നിട്ടില്ല, ഒരു ആംഗിളും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടെ ഞാൻ 41.81 എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് നമുക്ക് കിട്ടിയിട്ടില്ല. അതെങ്ങനെ കണ്ടുപിടിക്കുന്നു നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ അല്ലേ? ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സിലിണ്ടേഴ്സ്. ഞാൻ ഇത് ഇങ്ങോട്ടേക്ക് മാറ്റി വരച്ചേ ഉള്ളൂ.
അപ്പോൾ എന്താണ് ഇവിടെ എ ബിയുടെ ലെങ്ത് 40 എന്ന് തന്നിട്ടുണ്ട്, ഇവിടെ സി എന്ന് പറയുന്ന സെൻട്രൽ. അപ്പോൾ സെൻട്രലി കണക്റ്റഡ് ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ ആദ്യമേ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെൻട്രൽ പോയിന്റ് കണക്ട് ചെയ്യാം. എന്ന് ബിയിലേക്ക് കണക്ട് ചെയ്തു, സിയിലേക്ക് കണക്ട് ചെയ്തു, ബിന്ന് സിയിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി, എ സി ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ എ ബിയുടെ ലെങ്ത് നമുക്കറിയാം 40 ആണ് തന്നിട്ടുണ്ട്. പിന്നെ ഈ സിലിണ്ടറിന്റെ റേഡിയസ് 15 ആണെന്നും ഈ സിലിണ്ടറിന്റെ റേഡിയസ് 15 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 15 + 15 ആയിരിക്കും അല്ലേ. ഇനി നമുക്ക് ഇതാണ് നമ്മുടെ R1 അല്ലേ, ഇതാണ് R1, ഇതാണ് R2. അപ്പോൾ ഈ R1ഉം ഈ y ആക്സിസും തമ്മിലുള്ള ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതേ സെയിം ആംഗിൾ തന്നെയായിരിക്കും R2ഉം y ആക്സിസും തമ്മിലുള്ളത്. അതിന് കാരണം എന്താണ്? ഇതൊരു സിമെട്രിക്കൽ ഫിഗർ ആണ് അല്ലേ. വെയിറ്റ് സെയിം ആണ്, റേഡിയസ് സെയിം ആണ്, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്, അതായത് സെൻറ്ററായിട്ടാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സിമെട്രിക്കൽ ഫിഗർ ആണ്. അപ്പം ഒരു മിറർ ഇമേജ് ആണ് നമുക്ക് രണ്ട് സൈഡിലും കിട്ടുക. അപ്പോൾ ഈ തീറ്റയും സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ആംഗിൾ കണ്ടുപിടിച്ചാൽ മതി. അതിന് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ എ സി ഒ എന്ന് പറഞ്ഞിട്ടുള്ള ട്രയാങ്കിൾ ഞാൻ മാറ്റി വരച്ചിട്ടുണ്ട്, എ സി ഒ. അപ്പോൾ അതിൻ്റെ ഈ എ ബി എന്ന് പറയുന്നത് എന്താണ്? 40 ആണ്. അപ്പോൾ എ സി എന്ന് പറയുന്നത് നമ്മൾ സെൻട്രൽ എന്നല്ലേ കൊടുത്തത്, അപ്പോൾ അതിൻ്റെ ഹാഫ് ആയിരിക്കും, 20 ആയിരിക്കും. അപ്പോൾ എ ഒ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 20 ആണ്, എ സി എന്ന് പറയുന്നത് 15 + 15 30 ആണ് അല്ലേ. അപ്പം നമുക്ക് ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എന്താ ഉണ്ടാവുക? സൈൻ തീറ്റ = 20 / 30 എന്നാണ് വരിക. തീറ്റ = സൈൻ ഇൻവേഴ്സ് 20/30 വരും. ദാറ്റ് ഈസ് തീറ്റ = 41.81 ഡിഗ്രി എന്നാണ് വരിക. ഓക്കെ, മനസ്സിലായല്ലോ ആംഗിൾ കണ്ടുപിടിക്കുന്നത്? ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ ആ ആംഗിളാണ് ഇങ്ങോട്ടേക്ക് എഴുതിയിരിക്കുന്നത്. ഓക്കെ, 41.81, ഇതും സെയിം ആണ്, 41.81. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം വെച്ചിട്ട് ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. അതിന് ഞാനൊരു ഫോഴ്സ് ഡയഗ്രാം കൂടെ വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതിൽ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. അപ്പോൾ വൈ ആക്സിസിൽ വെർട്ടിക്കലി ഡൗൺ ആയിട്ട് നമുക്ക് 100 ന്യൂട്ടൺ ഉണ്ട്. ഇത് R1 ആണ്, R2 ആണ്, ആംഗിളും റെപ്രസെൻറ്റ് ചെയ്തു. ഇനി നമുക്ക് സിഗ്മ എഫ് എക്സ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് എക്സ് = 0 ആണ്, സിഗ്മ എഫ് വൈ = 0 ആണ്. നമ്മുടെ സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക? ടുവേർഡ്സ് റൈറ്റ് ആണെങ്കിൽ പോസിറ്റീവ് ആണ്, ടുവേർഡ്സ് ലെഫ്റ്റ് ആണെങ്കിൽ നെഗറ്റീവ് ആണ്, അപ്വേർഡ് ഫോഴ്സ് ആണെങ്കിൽ പോസിറ്റീവ് ആണ്, ഡൗൺവേർഡ് ഫോഴ്സ് ആണെങ്കിൽ നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? റിസോൾവ് ചെയ്യാം. ഈ R1നെ എങ്ങനെ റിസോൾവ് ചെയ്യും? R1ന്റെ സിഗ്മ എഫ് എക്സ് ആണ് ഫസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ R1ന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുന്നത് തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡാണ്. ഓപ്പോസിറ്റ് സൈഡ് ആവുന്ന സമയത്ത് സൈൻ ഫംഗ്ഷനിലാണ് വരിക. ഇത് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് റൈറ്റ് സൈഡിലേക്കാണ്. അപ്പോൾ സൈൻ വിൽ ബി പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ R1 സൈൻ 41.81 കിട്ടി. ഇനി R2 എന്ന് പറയുന്നതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും സൈൻ ഫംഗ്ഷനിലാണ് വരിക, പക്ഷെ അത് പോയിന്റ് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലേക്കാണ്. അപ്പോൾ സൈൻ വിൽ ബി നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ -R2 സൈൻ 41.81. ഇനി എന്താ ഉള്ളത്? ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് വേറെ ഒന്നുമില്ല, ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് = 0 എന്ന് കിട്ടി. ഓക്കെ, അതിൽ ഞാൻ സൈൻ 41.81 എന്ന് പറയുന്നത് കോമൺ ഫാക്ടറാണ്, അതിനെ വെളിയിലെടുത്തു. ഇൻറ്റു R1 - R2 = 0 എന്ന് കിട്ടി. അപ്പോൾ R1 - R2 = 0 എന്നാണ് നമുക്ക് കിട്ടുക അല്ലേ. R1 - R2 0 / സൈൻ എന്ന് പറഞ്ഞാൽ 0 ആണല്ലോ. അപ്പോൾ R1 = R2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, ഇതിന് ഞാൻ 1 എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുത്തു. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് സിഗ്മ എഫ് ഐ വേർട്ടിക്കൽ ഫോഴ്സസിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെയുള്ളത്? ഈ R1ന്റെ വേർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡാണ്, അപ്പോൾ കോസിലാണ് വരിക. അപ്പോൾ R1 cos 41.81 അപ്വേർഡ് ഫോഴ്സ് ആണ് അല്ലേ. ഈ ആരോ മാർക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്വേർഡ് ഡയറക്ഷൻ ആണ്. അപ്പോൾ പ്ലസ് ആണ് വരിക. ദിസ് ഈസ് ഓൾസോ അപ്വേർഡ് ഡയറക്ഷൻ, അപ്പോൾ അതും പ്ലസ് ആയിരിക്കും. ഇത് മാത്രമാണ് ഡൗൺവേർഡ് ഫോഴ്സ് ഉള്ളത്. അപ്പോൾ എങ്ങനെ ഇക്വേഷൻ വരിക? R1 cos 41.81 പ്ലസ് R2 cos 41.81 മൈനസ് 100 = 0. അപ്പോൾ R1 cos 41.81 പ്ലസ് R2 cos 41.81 = 100 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു പുതിയൊരു ഇക്വേഷൻ കിട്ടി, 3 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ അറിയാം R1 = R2 എന്ന് നമുക്ക്
കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എന്താണ്, ഞാൻ R1 പകരം R2 എന്ന് കൊടുത്തു. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ cos 41.81 എന്ന് പറയുന്നത് കോമൺ ആണ്. അതിനെ ഞാൻ വെളിയിലെടുത്താൽ R2 + R2 = 100 എന്ന് വരും. 2R2 = 100 ഡിവൈഡഡ് ബൈ cos 41.81 എന്ന് വരും. R2 = 67.08 ന്യൂട്ടൺ എന്നാണ് കിട്ടുക. അപ്പോൾ ഫ്രം 2 നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, R2 = R1 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ R1 ഓൾസോ ദ സെയിം വാല്യൂ ഓഫ് R2. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2 അൺനോൺ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഡയറക്റ്റ് സോൾവ് ചെയ്യാൻ കഴിയാതെ നമ്മളൊരു ഇക്വേഷനായിട്ട് ഫോം ചെയ്ത് വെച്ചത്. ഓക്കെ, ഒരു അൺനോൺ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഞാൻ കണ്ടുപിടിച്ചത്. ഇത് നിങ്ങൾക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഇക്വേഷൻ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് സിലിണ്ടർ എ കൺസിഡർ ചെയ്ത് നോക്കാം. ഓക്കെ, സിലിണ്ടർ എ കൺസിഡർ ചെയ്യുമ്പം എന്തൊക്കെ ഫോഴ്സാണ് വരിക? നമ്മൾ ഫസ്റ്റ് കോണ്ടാക്ട് സർഫസ് എല്ലാം റിമൂവ് ചെയ്തു. എ എന്ന് പറയുന്ന സിലിണ്ടർ തനിയെ വരച്ചു. അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഫസ്റ്റ് നമ്മൾ എന്താണ് മാർക്ക് ചെയ്യുക? വെയിറ്റ് ഓഫ് ദി ബോഡിയാണ്. അത് 100 ന്യൂട്ടൺ ഡൗൺവേർഡ് ഫോഴ്സ് ആയിട്ട് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്താ ഉള്ളത്? ഈ സർഫസ് റിമൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ടാവും അല്ലേ? അത് പെർപെൻഡിക്കുലർ ടു ഈ ഹൊറിസോണ്ടൽ സർഫസ് ആയിരിക്കും. അത് ഞാൻ R3 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ R3 ബോഡിയിലേക്ക് ടുവേർഡ്സ് ബോഡിയാണ് ആക്ട് ചെയ്യുക. ഇനി എന്താ ഉള്ളത്? ഈ AB എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഉണ്ട് അല്ലേ? അതിനെന്താ ഉണ്ടാവും? ഒരു ടെൻഷൻ ഫോഴ്സ് ഉണ്ടാകും. അത് Aന്ന് Bയിലേക്കാണ് കൊടുത്തത്. എവേ ഫ്രം ദിസ് ബോഡിയാണ്. അപ്പോൾ എവേ ഫ്രം ദാറ്റ് ബോഡി എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ബോഡിയിൽ നിന്ന് പോകുന്ന മാതിരി ആയിരിക്കുമല്ലോ കൊടുക്കുക. അപ്പോൾ ഞാനത് ഇങ്ങനെ കൊടുത്തു. ഓക്കെ, ഇനി നമുക്കറിയാം സി എന്ന് പറയുന്ന ബോഡി കൺസിഡർ ചെയ്തപ്പോൾ നമ്മൾ ഈ കോണ്ടാക്ട് എടുത്ത് വിട്ടപ്പം എയിൽ നിന്ന് സിയിലേക്ക് ഒരു റിയാക്ഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അതേമാതിരി സിയിൽ നിന്ന് എയിലേക്ക് ഒരു റിയാക്ഷൻ ഉണ്ടാകും. അത് എന്ന് പറയുന്നത് സെയിം ഫോഴ്സ് ആയിരിക്കും, ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. നമ്മൾ R1 എന്നാണ് സിയിലേക്കുള്ളത് കൊടുത്തത്. അതിങ്ങനെയാണ് ടുവേർഡ്സ് സി ആണ് കൊടുത്തത്. അതേ സെയിം ഫോഴ്സ് തന്നെ സി എന്ന് പറയുന്ന സിലിണ്ടർ റിമൂവ് ചെയ്യുമ്പം എയിലേക്ക് ഉണ്ടാവും, ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, ഡയറക്ഷൻ മാത്രമേ ചേഞ്ച് ആവുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്തപ്പം പറഞ്ഞതല്ലേ? ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയും ഫോഴ്സാണ് സിലിണ്ടർ എയിൽ ഉള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫോഴ്സ് ഡയഗ്രാം കൂടെ വരച്ച് വയ്ക്കാം. എങ്ങനെയാണ് ഫോഴ്സ് ഡയഗ്രാം വയ്ക്കുക? 100 ന്യൂട്ടൺ എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഫോഴ്സാണ്. ടി എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. R3 എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്. R1 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ R1ഉം Y ആക്സിസും തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? 41.81 എന്നാണ് ആംഗിൾ അല്ലേ? അപ്പോൾ ഈ R1ഉം എക്സ് ആക്സസ്, ഈ ടി എന്ന് പറയുന്നത് എക്സ് ആക്സസ് കൂടിയല്ലേ ലൈൻ ഓഫ് ആക്ഷൻ. അപ്പോൾ ഈ R1ഉം ഈ എക്സ് ആക്സസും തമ്മിലുള്ളത് കണ്ടുപിടിക്കാനും പ്രയാസമൊന്നുമില്ല. 90 മൈനസ് 41.81 എന്ന് ചെയ്താൽ മതി. 48.19 എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ നമ്മൾ ആംഗിൾ കണ്ടുപിടിച്ച് വെച്ചതാണ് Y ആക്സിസുമായിട്ട് ഇൻക്ലൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം വെച്ചിട്ട് ഇത് സോൾവ് ചെയ്യാം. സിഗ്മ Fx = 0 ആണ്. സിഗ്മ Fy = 0 എന്നാണ് വരിക അല്ലേ? അപ്പോൾ നമ്മുടെ സൈൻ കൺവെൻഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരിക. ടുവേർഡ്സ് റൈറ്റ് ആണെങ്കിൽ പോസിറ്റീവ്, ലെഫ്റ്റ് ആണെങ്കിൽ നെഗറ്റീവ്, അപ്വേർഡ് ആണെങ്കിൽ പോസിറ്റീവ്, ഡൗൺവേർഡ് ആണെങ്കിൽ നെഗറ്റീവ്, ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ സിഗ്മ Fx = 0 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും? ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ചെയ്താൽ അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എങ്ങനെയാണ് വരിക? സിഗ്മ Fx = 0 എന്ന് എഴുതുമ്പം ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് അല്ലേ? അപ്പോൾ സൈനിലാണ് വരിക. ഇത് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഫോഴ്സ് ആയിട്ടാണ്. അപ്പം -R1 സൈൻ 41.81. പിന്നെ എന്താ ഉള്ളത്? ഈ ടി എന്ന് പറയുന്ന ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ട് അല്ലേ? അത് ടുവേർഡ്സ് റൈറ്റ് ആണ്. അപ്പം പ്ലസ് ടി = 0. അപ്പോൾ R1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ ടി ഈ ക്വാണ്ടിറ്റിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. R1 എന്ന് പറയുന്നത് 67.08 ഇൻറ്റു സൈൻ 41.81 എന്നാണ് വരിക. ടി = 44.72 ന്യൂട്ടൺ എന്ന് നമുക്ക് ആൻസർ സോൾവ് ചെയ്യുമ്പം കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ സിഗ്മ Fx കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത്? സിഗ്മ Fy കണ്ടുപിടിച്ചാൽ മാത്രമേ ഈ R3 എന്ന് പറയുന്നുള്ള ഫോഴ്സ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സിഗ്മ Fy എങ്ങനെയാണെന്ന് എഴുതി നോക്കാം. ഇവിടെ എഴുതാം. സിഗ്മ
എഫ് വൈ ഈക്വൽ ടു 0. എന്തൊക്കെയാണ് വരിക സിഗ്മ എഫ് വൈയിൽ? R3 എന്ന് പറയുന്നത് അപ്വേർഡ് ഫോഴ്സ് ആണ്, അപ്പോൾ പ്ലസ്. 100 എന്ന് പറയുന്നത് ഡൗൺവേർഡ് ആണ്, അപ്പോൾ 100. പിന്നെ ഈ R1ൻ്റെ വേർട്ടിക്കൽ എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡാണ്. R1ൻ്റെ ഈ വൈ ആക്സിസ് എടുക്കുമ്പോൾ R1ൻ്റെത് എന്താ വരിക? അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പം അത് ഡൗൺവേർഡ് ഫോഴ്സ് ആണ്. -R1 കോസ് 41.81 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്കത് റിസോൾവ് ചെയ്യുമ്പോൾ, കാരണം R1 നമുക്കറിയാം, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ R3 ഈസ് ഈക്വൽ ടു 149.99 ന്യൂട്ടൺ എന്നാണ് ആൻസർ വരിക. 149.99 ന്യൂട്ടൺ എന്നാണ് ആൻസർ വരിക. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? ഈ R3 എന്ന് പറയുന്ന റിയാക്ഷൻ കിട്ടി, R1 ഓൾറെഡി കിട്ടിയതാണ്, T എന്ന് പറയുന്ന ഫോഴ്സും കിട്ടി, എ ബിയിലുള്ള T എന്ന് പറയുന്ന ഫോഴ്സും കിട്ടി. ഓക്കെ, ഇനി ഞാൻ വേറൊരു ഈ എക്സ് ആക്സസുമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇത് നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചതാണ്. 41.81 എന്ന് പറയുന്നത് ഈ റിയാക്ഷൻ വൈ ആക്സസുമായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിളാണ്. ഇനി എക്സ് ആക്സസുമായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ കാണണമെങ്കിൽ ഇത് ടോട്ടൽ 90 ആണ്. അപ്പം 90 നിന്ന് ഇത് മൈനസ് ചെയ്താൽ 48.19 എന്ന് കിട്ടും. അത് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണത്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അത് R1 കോസിലായിരിക്കും വരിക, അതിൻ്റെത് ഇവിടെ വരുമ്പം സൈനിലായിരിക്കും വരിക. വെർട്ടിക്കൽ കമ്പോണൻറ്റ് സൈനിലും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് കോസിലും ആയിരിക്കും വരിക. സെയിം ആൻസർ ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? ഇനി നമുക്ക് ഈ ഫിഗറിൽ നമുക്ക് ഇവിടെ നിന്നുള്ള റിയാക്ഷൻ കണ്ടു, ഇതിൻ്റെ ടെൻഷൻ കണ്ടു അല്ലേ? അപ്പോൾ ഇവിടെ നിന്നുള്ള റിയാക്ഷനും ഇതുമാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഒരു റിയാക്ഷനും ഈ റിയാക്ഷനുമാണ് കണ്ടുപിടിക്കേണ്ടത്. അതെന്തായിരിക്കും? അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, സെയിം ആയിരിക്കും. ഈ R1ഉം ഈ R1ഉം സെയിം ആയിരിക്കും, ഈ റിയാക്ഷനും സെയിം ആയിരിക്കും. കാരണം എന്താ? ഇതൊരു സിമെട്രിക്കൽ ബോഡിയാണ്, അതുകൊണ്ട് മിറർ ഇമേജ് ആണ് വരുന്നത് ഈ ബോഡിയിൽ അല്ലേ? സെൻട്രലി കണക്റ്റഡ് ആണ്, സെയിം റേഡിയസ് ആണ്, സെയിം വെയിറ്റ് ആണ്. അപ്പോൾ ഇത് സിമെട്രിക്കൽ ബോഡിയാണ്. അപ്പോൾ നമുക്ക് എന്താണ്? ഈ റിയാക്ഷനും സെയിം ആയിരിക്കും. ഇവിടെയുള്ള റിയാക്ഷനും സെയിം ആയിരിക്കും, ഈ റിയാക്ഷനും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് അത് എഴുതിയാൽ മതി. ഗിവൺ ഫിഗർ ഈസ് എ സിമെട്രിക്കൽ, സോ R3 ഈസ് ഈക്വൽ ടു R4. നമ്മൾ ഇവിടെ R4 എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ R3 ആണെങ്കിൽ R3 ഈസ് ഈക്വൽ ടു R4 ആയിരിക്കും. സോ R4 ഈസ് ഈക്വൽ ടു 149.99. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്തതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇത് 9th പ്രോബ്ലമാണ്, ഫസ്റ്റ് മോഡ്യൂളിലുള്ള 9th പ്രോബ്ലമാണ്. അപ്പോൾ എൻ്റെ പ്രീവിയസ് ക്ലാസ്സിലും ഞാൻ 8 പ്രോബ്ലം ഇതുവരെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ എൻ്റെ കഴിഞ്ഞ ക്ലാസ് റെഫർ ചെയ്യണം. അപ്പോൾ ഓൾമോസ്റ്റ് ഫസ്റ്റ് മോഡ്യൂൾ ഓൾമോസ്റ്റ് കവർ ആയിട്ടുണ്ട്. ഞാൻ മറ്റേ ക്ലാസ്സിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാനത് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലാരിഫൈ ചെയ്യും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സെക്കൻഡ് മോഡ്യൂളുമായിട്ട് മീറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.